ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചരിത്രപരമായ സമാധാന ചർച്ചകൾക്ക് ആതിഥേയത്വം വഹിക്കാനൊരുങ്ങി പാകിസ്ഥാൻ. ലോകം ഉറ്റുനോക്കുന്ന ഈ നയതന്ത്ര കൂടിക്കാഴ്ചയുടെ പശ്ചാത്തലത്തിൽ പാക് തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധഭീതി അകറ്റാൻ ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾക്കായി നഗരം അതീവ സുരക്ഷാ വലയത്തിലാണ്. ഇസ്ലാമാബാദിലെ നയതന്ത്ര മേഖലയായ റെഡ് സോൺ പൂർണ്ണമായും സുരക്ഷാ സേനയുടെ നിയന്ത്രണത്തിലാണ്. ചർച്ചകൾ സുഗമമായി നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ പാകിസ്ഥാൻ സർക്കാർ അസാധാരണമായ മുൻകരുതലുകളാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഏകദേശം 10,000-ഓളം വരുന്ന സായുധ സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിന്യസിച്ചിരിക്കുന്നത്. സുരക്ഷാ കാരണങ്ങളാൽ തലസ്ഥാനത്തെ വിദ്യാലയങ്ങൾക്കും സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു. നഗരത്തിലേക്കുള്ള പ്രവേശന കവാടങ്ങൾ പലതും അടച്ചുപൂട്ടുകയും പ്രധാന റോഡുകളിൽ കണ്ടെയ്നറുകൾ നിരത്തി ഗതാഗതം നിയന്ത്രിക്കുകയും ചെയ്തിട്ടുണ്ട്. റെഡ് സോണിലേക്കുള്ള പ്രവേശനം കർശനമായ പരിശോധനകൾക്ക് വിധേയമാക്കിയ ശേഷം മാത്രമാണ് അനുവദിക്കുന്നത്. അതിനിടെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ചർച്ചകൾക്കായി പാകിസ്ഥാനിലേക്ക് തിരിച്ചു. വാഷിംഗ്ടണിൽ നിന്ന് വിമാനം കയറുന്നതിന് മുൻപ് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ തന്റെ പക്കലുണ്ടെന്നും സമാധാന ചർച്ചകളിൽ പുരോഗതി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാൻ ചർച്ചകളിൽ സത്യസന്ധമായ സമീപനം സ്വീകരിച്ചാൽ തങ്ങളും അങ്ങോട്ട് തുറന്ന മനസ്സോടെ സഹകരിക്കുമെന്ന് വാൻസ് വ്യക്തമാക്കി. എന്നാൽ സമയം നീട്ടിക്കൊണ്ടുപോകാനോ നയതന്ത്ര അടവുകൾ പ്രയോഗിക്കാനോ ആണ് ഇറാൻ ശ്രമിക്കുന്നതെങ്കിൽ അത് വെച്ച് പൊറുപ്പിക്കില്ലെന്ന കർശനമായ മുന്നറിയിപ്പും അദ്ദേഹം നൽകിയിട്ടുണ്ട്. 2 ആഴ്ചയായി തുടരുന്ന അനിശ്ചിതത്വങ്ങൾക്കും വാക്പോരുകൾക്കും ഒടുവിലാണ് ഇസ്ലാമാബാദ് ഈ ചരിത്ര മുഹൂർത്തത്തിന് വേദിയാകുന്നത്. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ ലഘൂകരിക്കാൻ ഒരു വെടിനിർത്തൽ കരാർ രൂപപ്പെടുത്തുക എന്നതാണ് ചർച്ചയുടെ പ്രധാന ലക്ഷ്യം. അമേരിക്കയും ഇറാനും നേർക്കുനേർ ഇരിക്കുന്നു എന്നത് തന്നെ വലിയൊരു നയതന്ത്ര വിജയമായാണ് വിലയിരുത്തപ്പെടുന്നത്. JD വാൻസ് നയിക്കുന്ന US പ്രതിനിധി സംഘവും ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖിർ ഖാലിബാഫ് നയിക്കുന്ന ഇറാൻ സംഘവുമാണ് ചർച്ചാമേശയിൽ മുഖാമുഖം വരുന്നത്. ഇരു രാജ്യങ്ങളിലെയും ഉന്നത സൈനിക നയതന്ത്ര ഉദ്യോഗസ്ഥരും ഈ സംഘത്തിലുണ്ട്. ഇന്നും നാളെയുമായി പ്രാഥമിക ഘട്ട ചർച്ചകൾ പൂർത്തിയാക്കാനാണ് പദ്ധതി. എങ്കിലും ചർച്ചകൾ ദിവസങ്ങളോളം നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ടെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നിലവിലെ തർക്ക വിഷയങ്ങൾ സങ്കീർണമായതിനാൽ ഒരു പെട്ടെന്നുള്ള പരിഹാരം പ്രായോഗികമല്ലെന്ന് ഇരു വിഭാഗവും തിരിച്ചറിയുന്നുണ്ട്. അതിനാൽ തന്നെ ഒന്നിലധികം ഘട്ടങ്ങളിലായി ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ധാരണ. വെടിനിർത്തൽ ധാരണയുടെ ഭാഗമായി ഇറാൻ 10 ഇന ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഉപരോധങ്ങൾ നീക്കം ചെയ്യുക, മേഖലയിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യം കുറയ്ക്കുക തുടങ്ങിയ നിർണായക ആവശ്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ടെന്നാണ് സൂചന. ഈ ആവശ്യങ്ങളിൽ ഓരോന്നും വിശദമായി തന്നെ ചർച്ചയ്ക്ക് വിധേയമാകും. നേരത്തെ ലബനനിൽ വെടിനിർത്തൽ നടപ്പിലാക്കാതെ ചർച്ചയ്ക്കില്ലെന്ന് ഇറാൻ സ്പീക്കർ ഖാലിബാഫ് പറഞ്ഞിരുന്നുവെങ്കിലും പാകിസ്ഥാനിലെ ഈ കൂടിക്കാഴ്ചയിൽ അദ്ദേഹം പങ്കെടുക്കുന്നത് വലിയ പ്രതീക്ഷ നൽകുന്നു. ലബനൻ വിഷയം 10 ആവശ്യങ്ങളുടെ ഭാഗമായി ചർച്ചയിൽ വരുമെന്നാണ് കരുതപ്പെടുന്നത്. ഇസ്ലാമാബാദിലെ പ്രധാന റോഡുകളിലും സർക്കാർ മന്ദിരങ്ങളുടെ പരിസരങ്ങളിലും പാക് റേഞ്ചേഴ്സും പോലീസും സംയുക്തമായി പെട്രോളിംഗ് നടത്തുകയാണ്. ഡ്രോൺ നിരീക്ഷണം ഉൾപ്പെടെയുള്ള അത്യാധുനിക സംവിധാനങ്ങൾ സുരക്ഷയ്ക്കായി ഉപയോഗിക്കുന്നുണ്ട്. നഗരം ഒരു കോട്ടയ്ക്ക് സമാനമായി മാറിയിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കർക്കശമായ നിലപാടുകൾക്കിടയിലും വൈസ് പ്രസിഡന്റ് വാൻസ് ചർച്ചയ്ക്ക് എത്തുന്നത് സമാധാനത്തിനായുള്ള ഒരു ചെറിയ പഴുതെങ്കിലും ബാക്കിയുണ്ട് എന്നതിന്റെ അടയാളമാണ്. ട്രംപിന്റെ വിശ്വസ്തനായ വാൻസിന് എത്രത്തോളം വിട്ടുവീഴ്ചകൾക്ക് അധികാരമുണ്ടെന്നത് നിർണായകമാണ്. അതേസമയം ഇറാൻ സംഘം സ്പീക്കർ ഖാലിബാഫിന്റെ നേതൃത്വത്തിൽ ഇസ്ലാമാബാദിൽ എത്തുന്നതോടെ മേഖലയിലെ മറ്റ് അറബ് രാഷ്ട്രങ്ങളും ഈ നീക്കത്തെ ജാഗ്രതയോടെ വീക്ഷിക്കുകയാണ്. സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടാൽ അത് വലിയൊരു യുദ്ധത്തിലേക്ക് നയിച്ചേക്കാം എന്ന ഭീതി നിലനിൽക്കുന്നുണ്ട്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ ചർച്ചകളുടെ വിജയം അവരുടെ അന്താരാഷ്ട്ര പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ചൈനയും റഷ്യയും ഉൾപ്പെടെയുള്ള ശക്തികളും ഈ ചർച്ചകളെ പിന്തുണയ്ക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യം മെച്ചപ്പെടുന്നത് ആഗോള എണ്ണ വിപണിക്കും ആശ്വാസകരമാകും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ആരംഭിക്കുന്ന ചർച്ചകളിൽ ആദ്യഘട്ടത്തിൽ സൗഹൃദപരമായ സംഭാഷണങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. തുടർന്ന് തർക്ക വിഷയങ്ങളിലേക്ക് കടക്കും. പശ്ചിമേഷ്യയിലെ സമാധാനത്തിന് ഈ ചർച്ചകൾ ഒരു വഴിത്തിരിവാകുമോ എന്നാണ് ലോകം കാത്തിരിക്കുന്നത്. ഇസ്ലാമാബാദിൽ നിന്ന് പുറത്തുവരുന്ന ദൃശ്യങ്ങളിൽ റെഡ് സോൺ, വിജനമായ പാതകളും സായുധ സേനയുടെ കാവലും മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. സമാധാനത്തിനായുള്ള ഈ നിശബ്ദത ചർച്ചകളുടെ വിജയത്തിന് മുന്നോടിയാകട്ടെ എന്നാണ് നയതന്ത്ര വിദഗ്ധരുടെ പ്രത്യാശ. അമേരിക്ക മുന്നോട്ട് വെക്കുന്ന ഉപാധികളും ഇറാന്റെ 10 ഇന ആവശ്യങ്ങളും തമ്മിലുള്ള ഈ പൊതുധാരണ കണ്ടെത്തുക എന്നതാണ് ഈ കൂടിക്കാഴ്ചയുടെ ഏറ്റവും വലിയ വെല്ലുവിളി. 2 വശത്തും കടുത്ത സമ്മർദ്ദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പ്രസിഡന്റ് ട്രംപിന്റെ പുതിയ ഭീഷണികൾ ഇറാൻ പ്രതിനിധികൾ എങ്ങനെ സ്വീകരിക്കുമെന്നതും ചർച്ചയുടെ ഭാവി നിശ്ചയിക്കും. വാൻസിന്റെ വാക്കുകൾ ട്രംപിന്റെ നിലപാടുകളുടെ മനോഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നതാണെങ്കിൽ ചർച്ചകൾ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുണ്ട്. ചർച്ചകൾ അവസാനിക്കുന്നതുവരെ ഇസ്ലാമാബാദിൽ ലോക്ക്ഡൌൺ തുടരാനാണ് അധികൃതരുടെ തീരുമാനം. സാധാരണക്കാരുടെ ജീവിതത്തെ ഇത് ബാധിക്കുന്നുണ്ടെങ്കിലും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും ആഗോള പ്രാധാന്യമുള്ള ചർച്ചയുടെ സുഗമമായ നടത്തിപ്പിനുമാണ് മുൻഗണനയെന്ന് പാക് സർക്കാർ വ്യക്തമാക്കി. വരും മണിക്കൂറുകളിൽ ഇസ്ലാമാബാദിലെ ഹോട്ടൽ
സെറീനയിലോ പ്രധാനമന്ത്രിയുടെ ഓഫീസിലോ വെച്ച് നടക്കുന്ന കൂടിക്കാഴ്ചയുടെ ഔദ്യോഗിക വിവരങ്ങൾ പുറത്തുവരും. ലോകം മുഴുവൻ ഇപ്പോൾ ഇസ്ലാമാബാദിലേക്ക് കണ്ണു നട്ടിരിക്കുകയാണ്.